ദേ സഞ്ജു, എടി നീ എപ്പോഴും ഇങ്ങനെ വിളിച്ചാലേ ആർക്കെങ്കിലും സംശയം തോന്നും. ദേ അങ്ങനെങ്ങാനും തോന്നിയാ പിന്നെ എല്ലാ പ്ലാനും പൊളിയും. പിന്നെ നിന്നെ അവിടെ ഇറക്കി വിടുകയും ചെയ്യും. എല്ലാം നോക്കി തന്നെയാ ഞാൻ ചെയ്യുന്നേ. ഇപ്പൊ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാ. സിറ്റിന്ന് വന്നിട്ടുള്ള ടീമില്ലേ, നമ്മൾ വിചാരിച്ച പോലെയല്ല. അവരുടെ ടാർഗറ്റ് അരവിന്ദനാ. ഈ കല്യാണം മുടക്കാനാ അവര് വന്നിരിക്കുന്നത്. അവരുടെ പ്ലാനിങ് ഒക്കെ ഞാൻ വിളിച്ചെന്ന് കേട്ടു. മുഹൂർത്തത്തിന് മുമ്പ് മണ്ഡപത്തിൽ ഒരു ബോംബ് പൊട്ടുമെന്ന്. ബോംബോ? ആ ബോംബ് ഒളിപ്പിച്ചിരിക്കുന്നത് ആ പാറുവിന്റെ ബാഗിലാണെന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവരെല്ലാം ചാരുവിന് ഫുൾ സപ്പോർട്ടാണല്ലോ. അല്ലെന്നേ, അവർ ഈ കല്യാണത്തിന് വന്നിരിക്കുന്നത് എന്തോ ലക്ഷ്യം മുന്നിൽ കണ്ട. പാറുവും പ്രിയനും പിന്നെ ഒരു കൈലാശും, അവര് മൂന്നുപേരും കൂടി സംസാരിക്കുന്നത് ഞാൻ വ്യക്തമായി കേട്ടതാ. അരവിന്ദന്റെ മിസ്സിംഗ് എല്ലാരും അറിഞ്ഞു കഴിഞ്ഞ ഉടൻ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ബാബുക്കുട്ടൻ അവളുടെ കഴുതി താലി കെട്ടുന്നു. അതല്ലേ പ്ലാൻ. പക്ഷേ ആ സമയത്ത് ഇവര് പറയുന്ന പോലെ ബോംബെങ്ങാനും. വെറുതെ മണ്ടത്തരം പറയാ സഞ്ജു. നീ ബാംഗ്ലൂരിൽ കിടന്ന് വിലസിയോണ്ടാ ഈ ബോംബും ബ്ലാസ്റ്റും ഒക്കെ പരിചയമുള്ളത്. ഈ കുട്ടനാട്ടിൽ എന്തോ സംഭവിക്കാനാ? അല്ല ബാബുക്കുട്ടാ, ഞാൻ വ്യക്തമായി കേട്ടതാ. പാറു ആ ബോംബ് അവളുടെ ബാഗ് വെച്ചു എന്നല്ലേ നീ പറയുന്നത്? ആ ബാഗിൽ എന്താന്ന് പരിശോധിച്ച് കണ്ടുപിടി. എന്നിട്ട് എന്നോട് പറയും. അല്ലാതെ ചുമ്മാ ഇല്ലാത്ത കോംപ്ലിക്കേഷൻ ഉണ്ടാകാതെ. പിന്നെ നീ പറയുന്ന പാറു കല്യാണ സമയത്ത് അവിടെ ഉണ്ടാവുകയില്ല. ആ രുദ്രനും കൂട്ടനും ചുറ്റിപ്പറ്റി നിൽക്കുന്നത് അവളെ കൊണ്ടുപോകാൻ വേണ്ടിയാ. നീ പറ്റുമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ദേ ആ പാറു എങ്ങോട്ടേലും മാറി നിന്നാ അത് നീ എന്നെ വിളിച്ചു പറ. ഞാനത് രുദ്രന്റെ ടീമിനെ അറിയിച്ചോളാം. അവര് വന്ന് ആ ശല്യം ഒഴിവാക്കി തരും. ദേ കല്യാണത്തിന് ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ, അതോർത്തോ നീ. അല്ലാതെ കല്യാണ തലേദിവസം അവിടെ ഗസ്റ്റുകളൊക്കെ വരും, നല്ല തിരക്കും ഉണ്ടാവും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ വിളിക്കാനോ ഒന്ന് പ്ലാൻ ചെയ്യാനോ സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ അവരുടെ പ്ലാനിങ് വിട്ടുകളയാനാണോ ബാബുക്കുട്ടൻ പറയുന്നത്? എടി അങ്ങനെയല്ല. അവൾ ആ ബാഗിൽ ഒളിപ്പിച്ച എന്താന്ന് നീ അതി കണ്ടുപിടിക്കും. അതിപ്പോ ബോംബാണെ തന്നെ അത് പൊട്ടിക്കോട്ടെ. ആർക്ക് അപകടം പറ്റിയാലും ആര് ചത്താലും അതൊന്നും നമ്മുടെ വിഷയമല്ല. ദേ പക്ക പ്ലാനിങ്, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മുഹൂർത്തത്തിന് ചാരുവിന്റെ കഴുത്തിൽ താലി കെട്ടാൻ അരവിന്ദൻ ഉണ്ടാവില്ല. അവൻ അതിനു മുമ്പ് തന്നെ അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കും. ചെറുക്കനെ കാണാതെ എല്ലാരും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആ അവസരം നമ്മൾ മുതലെടുക്കും. സംജ? ഓക്കെ.